ഭാരതത്തിനിത് അഭിമാന മുഹൂർത്തം. ഇന്ത്യൻ പ്രതിരോധ മേഖലയ്ക്ക് മറ്റൊരു പൊൻതൂവലായി INS വിക്രാന്ത്. അമേരിക്ക, റഷ്യ, ഫ്രാൻസ്, ബ്രിട്ടൻ എന്നീ രാജ്യങ്ങളാണ് നേരത്തെ സ്വന്തമായി വിമാനവാഹിനി കപ്പൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തത്. 260 മീറ്ററാണ് INS വിക്രാന്തിന്റെ നീളം. ദീർഘദൂര മിസൈലുകളും അത്യാധുനിക പടക്കോപ്പുകളും റഡാർ സംവിധാനങ്ങളും ഒരുക്കത്തക്ക വിധത്തിലാണ് കപ്പലിന്റെ രൂപകൽപ്പന. കപ്പലിന്റെ മുകൾ ഭാഗത്തെ എയർഫീൽഡിൽ നിന്ന് കുറച്ചുദൂരം ഓടിയ ശേഷം വിമാനങ്ങൾക്ക് പറന്നുയരാനാവും. മണിക്കൂറിൽ ഏകദേശം 50 കിലോമീറ്ററാണ് കപ്പലിന്റെ വേഗത. INS വിക്രാന്ത് നാളെ നീറ്റിലിറങ്ങുമെങ്കിലും കപ്പലിന്റെ വെള്ളത്തിനടിയിൽ പോകുന്ന ഭാഗങ്ങളുടെ ജോലികൾ പിന്നീടാണ് പൂർത്തീകരിക്കുക. പ്രതിരോധ സേനയുടെ യാനങ്ങൾ സേനാ മേധാവികളുടെയോ ഓഫീസർമാരുടെയോ ഭാര്യമാർ നീറ്റിലിറക്കുന്ന പാരമ്പര്യം INS വിക്രാന്തിന്റെ കാര്യത്തിലും തുടരും. പ്രതിരോധ മന്ത്രി AK ആന്റണിയുടെ സാന്നിധ്യത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യ എലിസബത്ത് ആന്റണിയാണ് കപ്പൽ നീറ്റിലിറക്കുക. 2018ഓടെ കപ്പൽ സൈനിക ആവശ്യങ്ങൾക്ക് പൂർണ്ണതോതിൽ സജ്ജമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രക്ഷുബ്ധമായ കടലിനോട് മല്ലിട്ട് സഞ്ചരിക്കാൻ തക്ക വിധത്തിലാണ് INS വിക്രാന്ത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ INS വിക്രാന്ത് ഇന്ത്യൻ പ്രതിരോധ സേനയ്ക്ക് നൽകുന്ന ആത്മവിശ്വാസവും ഊർജ്ജവും ഏറെയാണ്. കൊച്ചിൻ ഷിപ്പ്യാർഡിൽ നിന്നും ക്യാമറാമാൻ PP സലീമിനൊപ്പം ജയേഷ് രാഘവൻ, മീഡിയ 1 കൊച്ചി.